ഹലോ ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ എന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ ആയിരുന്നു ചെയ്തിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് ചെയ്തേ. ആൻസർ എന്താ വരുന്നതെന്ന് വേഗം പറഞ്ഞേ. ഹരികൃഷ്ണൻ മാത്രമേ ഉള്ളോ ഇതിനകത്ത്? ബാക്കി ആരും റിപ്ലൈ ഇല്ലാത്ത എന്താ? ഏ ഹലോ, അഭിനവ്, അമിതമോൾ, അദീന, ആതിര, ആതിരമോൾ, ദിവ്യ. ഹലോ, കേൾക്കുന്നില്ലേ പറയുന്നേ? നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പിന്നെന്താ റിപ്ലൈ ഇല്ലാത്ത? എല്ലാരോടും കൂടെ അല്ലേ ചോദിക്കുന്നേ? ഏ രണ്ട് മൂന്ന് പേര് മാത്രമേ റിപ്ലൈ തരത്തുള്ളൂ. അതെന്താ? ബാക്കിയുള്ളവർ കേൾക്കാഞ്ഞിട്ടാണോ? ക്ലിയർ ആണെങ്കിൽ പിന്നെന്താ റിപ്ലൈ ഇല്ലാത്തെ? അതല്ലേ ചോദിക്കുന്നേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ വേഗം.
ഓക്കെ, നോക്കിക്കേ എന്താ വരുന്നത്, ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ. എന്താ വരുന്നേ? A square is inscribed in a quarter circle in such a manner that two of its adjacent vertices lie on the two radii at an equal distance from the center, while the other two vertices lie on the circular arc. If the square has sides of length x, the length is x, then the radius of the circle ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ. അതായത് ഒരു ക്വാർട്ടർ സർക്കിൾ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടർ സർക്കിൾ എടുത്താൽ മതി അല്ലേ. ഫുൾ സർക്കിൾ അല്ല, ക്വാർട്ടർ സർക്കിൾ ആണ്. അപ്പൊ ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഓക്കെ ക്വാർട്ടർ സർക്കിൾ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വാർട്ടർ സർക്കിൾ നമ്മൾ വരച്ചു. പിന്നെന്താ വേണ്ടേ, അതിനകത്ത് സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ആണല്ലോ. ഓക്കെ, സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തു. സ്ക്വയറിന്റെ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സി എ, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സൈഡ് എന്ന് പറയുന്നത്, സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ അല്ലേ. അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി അല്ലേ. എ ബി സൈഡ് ഈക്വൽ ആണല്ലോ, ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി എന്താണ് എക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് നമുക്ക് പറഞ്ഞൂടെ. ഈ ഡയഗണൽ എന്ന് പറയുന്നത്, സ്ക്വയറിന്റെ ഡയഗണൽ എന്താണ്, റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്കിവിടെ റേഡിയസ് ഓഫ് ദ ക്വാർട്ടർ സർക്കിൾ നമുക്ക് എന്താ ആറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എന്ന് പറയുന്നത്, സൈഡ് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, സൈഡ് ഓഫ് ദ സ്ക്വയർ എക്സ് ആണ് അല്ലേ. സോ എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്ത് പറയാം, അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക 90 ആണ് ഈ ആംഗിൾ അല്ലേ, ഇത് 90 ആണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് എ ബി സിയിൽ യൂസ് ചെയ്തുകൂടെ. പൈതഗോറസ് തിയറം ട്രയാങ്കിൾ എ ബി സിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും ആണല്ലോ അല്ലേ. അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2x സ്ക്വയർ, അതായത് റൂട്ട് 2x എന്ന് വരും അല്ലേ. ഇതല്ലേ നമുക്ക് വരുന്നത്, ക്ലിയർ അല്ലേ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്. ടു ഓഫ് ഇറ്റ്സ് vertices lie on the എന്താണ് ടു ഓഫ് ഇറ്റ്സ് ലൈ ഓൺ ദി 2 റേഡിയൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, സ്ക്വയറിന്റെ കാര്യമാണ് പറയുന്നത്. അഡ്ജസന്റ് വെർട്ടീസസ് എന്ത് ചെയ്തു, 2 റേഡിയൈ, അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സർക്കിൾ ആണ്, അത് എന്ത് ചെയ്യാണ്, വെൽ അറ്റ് ദ 2 വെർട്ടീസസ് ലൈ ഓൺ ദി സർക്കുലർ ആർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട് 2x എന്ന് നമുക്ക് കിട്ടും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
ഓക്കെ, എന്താ വരുന്നത്? ആൻസർ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്കൊരു റെക്ടാംഗിൾ വരയ്ക്കാമല്ലോ. പി ക്യു ആർ എസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ പി, അതായത് നമുക്ക് പേര് കൊടുക്കാം. പി ക്യു ആർ എസ് അല്ല കേട്ടോ, എ ആണ്. ആ പി ക്യു ആർ എ. ഓക്കെ, പി ക്യു ആർ എ. സോ എ പി എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ. സോ ഇതും 22 ആണ്. പി ക്യു എന്ന് പറയുന്നത് 8 ആണ്. സോ എ ആർ എന്ന് പറയുന്നതും 8 ആണ് വരുന്നത്. ആൻഡ് ഡി എ ബി സി, ഡി എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ലൈൻ ഓൺ ദ സൈഡ്സ് പി ക്യു ആർ എ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് പേര് കൊടുക്കാൻ. ബി ക്യു എന്ന് പറയുന്നത് ബി ക്യു 2 സെന്റിമീറ്റർ, ക്യു സി. സോ ഡി എ ബി സി ആണ് ട്രയാങ്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഡി എ ബി സി എന്ന് പറയുന്നത് എങ്ങനെയാ വരയ്ക്കാൻ പറ്റുന്നത്? ഡി അല്ല, ട്രയാങ്കിൾ ആണ് കേട്ടോ. എ ബി സി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എ ബി സി, അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. സോ എ ബി സി പറയുന്നത് മനസ്സിലായോ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതില് ബി ക്യു എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്റർ. സോ അപ്പൊ ഇതെന്താ? ബി പി എന്ന് പറയും, പി ബി എന്ന് പറയുന്നത് 6 ആണ്. ക്യു സി 16, ക്യു സി 16. അങ്ങനെയെങ്കിൽ സി ആർ എന്തായിരിക്കും? ഈ ലെങ്ത് വെച്ച് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഈ വരച്ചതിന്റെ ഇച്ചിരി നീട്ടി ട്രയാങ്കിൾ വരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് കറക്റ്റ് ആവും. ഇത് 16 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇവിടെ വരുന്നത് 6 ആയിരിക്കും അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് എ ബി ബി സി, എ ബി ബി സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പടം ഒന്നുകൂടി ഞാൻ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചതിന്റെയാണ്. നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ജോയിൻ ചെയ്യാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇപ്പൊ കറക്റ്റ് ആയില്ലേ? നോക്കിയേ, സി, ഇതിന്റെ മിഡ് പോയിന്റിൽ എന്ത് ചെയ്യാണ്? ലൈൻ നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എ ബി ബി സി ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തതിന്റെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ പി ക്യു ആർ എ എന്ന് പറയുന്ന റെക്ടാംഗിൾ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ക്യു ആർ എന്ന് പറയുന്നതും പി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ പി എന്ന് പറയുന്നതും എത്രയാ? 22 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പി ക്യു എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് ബി ക്യു എത്രയാന്ന് തന്നിട്ടുണ്ട്? ബി ക്യു 2 സെന്റിമീറ്റർ ആണ് എങ്കിൽ പി ബി അല്ലെ, പി ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ക്യു സി എന്ന് പറയുന്നത് 16 ആണ് എങ്കിൽ ആർ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഇനി നമുക്ക് വേണ്ട എന്താ? ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ് എ ബി ആൻഡ് ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എ ആർ സി, ഈ ഒരു ട്രയാങ്കിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണ്. എ ആർ സി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 4 എന്ന് കിട്ടത്തില്ലേ? കാരണം പൈതോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 8 ആണെങ്കിൽ, സോറി ഇത് 8 6, ഇതെങ്ങനെ എനിക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ? പറഞ്ഞ മനസ്സിലായോ? സോ ട്രയാങ്കിൾ എ ആർ സി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പൈതോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ സി സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ ആർ സ്ക്വയർ പ്ലസ് എന്താണ്? സി ആർ സ്ക്വയർ ആണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? എ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 പ്ലസ് 64 100. എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. പൈതോറൻ ട്രിപ്ലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം 10 സെന്റിമീറ്റർ എന്ന് എഴുതിയത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് 10 ആണ്. സോ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മിഡ് പോയിന്റ്, അതായത് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡി എന്നും ഇ എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ, സോ ഡി ഇ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് എ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി ഡി ഈക്വൽ ടു ഡി സി ആണെന്ന് പറയരുതോ? അല്ലേ? അതായത് സോറി, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ ബി സി ഡി ഇ അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ബി ഡി ഈക്വൽ ടു ഡി സി ആണെന്ന് നമുക്ക് പറയരുതോ? അല്ലേ? അതേപോലെ തന്നെ ഡി ഇ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ ഇ ആണെന്ന് പറയരുതോ? അങ്ങനെയെങ്കിൽ ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ സി ബൈ 2, അതായത് 10/2 ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണെന്ന് പറഞ്ഞേ വേഗം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്തേ. സോറി, ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തേ. വേഗം ചെയ്ത്.
ഓക്കെ, എന്താ ആൻസർ വരുന്നേ? പറഞ്ഞേ. നോക്കാം നമുക്ക്. അതായത് ലെങ്ത് ഓഫ് ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരുന്നേ? ഒരു സർക്കിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സർക്കിളിനകത്താണ് റെക്ടാംഗിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടു അഡ്ജസന്റ് സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ നമ്മുടെ സെന്റർ ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് അഡ്ജസന്റ് സൈഡ്സ് രണ്ടും തന്നിരിക്കുന്നത് റെക്ടാംഗിൾ അല്ലേ. നമുക്ക് മുകളിലത്തെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 5ഉം ഇത് 12ഉം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. സോ ഇതാണ് നമ്മുടെ ഡയഗണൽ, അതായത് റെക്ടാംഗിൾ ഡയഗണൽ, അല്ലെങ്കിൽ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. സോ ഇത് 12ഉം ഇത് 5ഉം ആണെങ്കിൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്. സോ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുന്നത്? 13 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ട എന്താ? റേഡിയസ് ആണ്. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു 13/2 ഈസ് ഈക്വൽ ടു 6.5 സെന്റിമീറ്റർ എന്ന് വരും. മനസ്സിലായോ പറഞ്ഞേ? 6.5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് പറഞ്ഞേ വേഗം. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വേഗം ചെയ്തേ.
ഓക്കെ, നോക്കാം എന്താ വരുന്നേ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന റെക്ടാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ABCD റെക്ടാങ്കിൾ വരയ്ക്കാം നമുക്ക്. സോ നോക്കിക്കേ. ഓക്കെ, ABCD റെക്ടാങ്കിൾ അല്ലേ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ABCD rectangle where the ratio of the length of AB is to BC 3:2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് P എന്ന് പറയുന്നത് is the midpoint of AB, P എന്ന് പറയുന്ന midpoint of AB ആണ്, then the value of CPB ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, CPB അല്ലേ, CPB ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, CPB ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ B എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ് ആംഗിൾ B. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ AP എന്ന് പറയുന്നത് 1.5, BP എന്ന് പറയുന്നതും 1.5 ആണ് കിട്ടുന്നത് അല്ലേ. സൈൻ CPB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് PB എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, എത്രയാ, AB/2 എന്ന് പറഞ്ഞു, എത്രയാ, 1.5. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ CP² ഈസ് ഈക്വൽ ടു എന്ത് വരും, PB² പ്ലസ് BC² എന്ന് വരത്തില്ലേ. അപ്പൊ CP² എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1.5² പ്ലസ് 2² എന്ത് വരും, 2.25 പ്ലസ്